ഹായ് ദിസ് ഈസ് ഡോക്ടർ അർജുൻ. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നേരത്തെ ഹെർബൽ ഫേഷ്യലിലെ ക്ലെൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ബ്ലീച്ചിങ്ങിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ബ്ലീച്ചിങ് നിങ്ങളുടെ ഒരു നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട്, ഷുഗർ, ലെമൺ, പിന്നെ ചെറുപയർ പൊടി, പിന്നെ പാല്, പിന്നെ പച്ചമഞ്ഞൾ പൊടിച്ചത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ്സോളം ഇരിക്കുക, വാഷ് ഓഫ് ചെയ്ത് കളയുക. ഇനി നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാല്, മഞ്ഞൾ പൊടിച്ചത്, പിന്നെ ചെറുപയർ പൊടി ഇത് മിക്സ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ആയിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക, വാഷ് ഓഫ് ചെയ്ത് കളയുക. ഇനി നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ടൊമാറ്റോ ജ്യൂസ്, ലെമൺ ജ്യൂസ്, പിന്നെ പുളിയാറില, അതായത് പുളീൻ്റെ ഇല അരച്ച് പിഴിഞ്ഞത്, പിന്നെ ചെറുപയർ പൊടി, ഈ കോമ്പിനേഷൻ എല്ലാം നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഈവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഈവനായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. എന്നിട്ട് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ബേണിംഗ് സെൻസേഷൻ, അതായത് പുകച്ചിൽ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വാഷ് ഓഫ് ചെയ്ത് കളയണം. എന്നിട്ട് തണുത്ത വെള്ളം കൊണ്ട് കഴുകുക പെട്ടെന്ന്. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങളുടെ ചെവിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നത് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.